മേയറോട് ചോദിക്കാം ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 22 വർഷക്കാലമായി മേയറോട് ചോദിക്കാം ഫോണിൻ പ്രോഗ്രാം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2026 എത്തിയപ്പോൾ പുതിയ മേയർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് ഞങ്ങളോടൊപ്പം ഈ പ്രോഗ്രാം തുടരാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലേറെ സന്തോഷം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് അടുത്ത 5 വർഷക്കാലത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ. നമസ്കാരം. പൊങ്കാലയ്ക്ക് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സംവിധാനങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ആറ്റുകാൽ പൊങ്കാല എല്ലാ വർഷവും വളരെ നല്ല രീതിയിലാണ് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ഒക്കെ ചേർന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചേർന്ന് നടത്തി വരുന്നത്. എല്ലാ വർഷവും നടത്തുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വർഷം പ്രത്യേകിച്ച് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിട്ട് പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ നഗരത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അതിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഉൾപ്പെടെ ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അത് സജീവമായി ഇടപെടും, പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കുറച്ച് പ്രതിസന്ധി ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. അതെന്താണെന്ന് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും കോർപ്പറേഷൻ നിർവഹിച്ചിട്ടുണ്ട്. ക്ലീനിങ് പ്രോസസ്സിനൊക്കെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സാർ ഒരു സെക്കൻഡ്. മേയറോട് ചോദിക്കാം ഫോണിൻ പ്രോഗ്രാം. ഹലോ ഹലോ സാർ. പേര് പറയും മാഡം. എന്റെ പേര് നിർമ്മല സാർ. പറഞ്ഞോളൂ. മേയറുണ്ട്, പറഞ്ഞു. സാർ ഞാന് ഗവൺമെന്റ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറാണ്. ഞാൻ പ്രീ പ്രൈമറി അധ്യാപികയാണ് ഞാൻ. സാർ ഞങ്ങൾക്ക് സ്പോർട്സ് സാർ അവിടെ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല സാർ. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് അപേക്ഷ ഞങ്ങളുടെ എക്സാമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. പക്ഷെ ഇന്ന് വരെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല സാർ. ദയവ് ചെയ്ത് സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നന്മ കിട്ടണം. അതായത് കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വാട്ടർ അതോറിറ്റിയാണ്. അതിൽ ഞാൻ പറയാം, പരിമിതമായ ഇടപെടൽ മാത്രമേ കോർപ്പറേഷൻ നടത്താൻ നിർവാഹമുള്ളൂ. പിന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ കോർപ്പറേഷൻ്റെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ടാങ്കറിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരം സമ്പർക്കത്തിലാണ്, മീറ്റിങ്ങുകളിലാണ്. ഇന്നലെ സംഭവിച്ചത് അവിടെ അരുവിക്കരയിൽ ഒരു ട്രാൻസ്ഫോമർ കത്തിപ്പോയതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമാകുമ്പം വെള്ളത്തിൻ്റെ ഉപയോഗം കുറച്ച് കൂടുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അടിയന്തരമായിട്ടുള്ള മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും മേയറുടെ നേതൃത്വത്തിലൊക്കെ ചർച്ചകളും ഇടപെടൽ നടത്തുന്നുണ്ട്. പരമാവധി പരിഹരിക്കാൻ നോക്കാം. അടിയന്തര സാഹചര്യം തന്നെ കോർപ്പറേഷൻ വിളിച്ചാൽ ടാങ്കറിൽ വെള്ളം എത്തിക്കാം. സാർ ഒരു നിമിഷം സാർ. അത് ഇപ്പൊ ഞങ്ങൾക്ക് ഈ വെള്ളക്ഷാമം ഉള്ള സമയം അല്ല സാർ, അല്ലാത്ത സമയവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല സാർ. ഫോർട്ട് സ്കൂളിലാണോ? അതെ സാർ, ഗവൺമെന്റ് ഫോർട്ട് സത്രം സ്കൂളാണ് സാർ. സത്രം സ്കൂൾ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ കൗൺസിലർ ഹരികുമാർ സാറാണ്. ഞാൻ സാറിനെ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ഇങ്ങനെ സ്റ്റേഷനിലാണെന്ന് വരെ സാറ് പറഞ്ഞു. ഇന്ന് ഹരി ഉൾപ്പെടെ ഞാൻ പറയട്ടെ, കുടിവെള്ള പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഹരികുമാർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരിന്ന് അവിടെ വാട്ടർ അതോറിറ്റി സമരത്തിലായിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മനസ്സിലാവുമല്ലോ, ഒരു കൗൺസിലർമാര് സമരത്തിലേക്ക് പോകണമെങ്കിൽ എന്തുമാത്രം അവര് സമ്മർദ്ദത്തിലാണെന്ന്. അപ്പോ അത്തരത്തിൽ ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടുന്നില്ല. ഈ ബുദ്ധിമുട്ടല്ല സാർ, പൊതുവെ ഞങ്ങൾക്ക് ഒരു 2 വർഷക്കാലം കൊണ്ട് വെള്ളം കിട്ടുന്നില്ല സാർ. എന്താണ് അടിസ്ഥാന പ്രശ്നം? ഞാൻ കൂടുതൽ ഗൗരവമായിട്ട് അന്വേഷിക്കാം, ഇടപെടാം. സാർ, അത് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ വിഷയം സംസാരിച്ചപ്പോൾ ഈ മുൻകാലങ്ങളിൽ ഈ പൊങ്കാലയ്ക്ക് വരുന്ന ചുടുകട്ടകൾ വീട് വെക്കാനായിട്ട് കൊടുത്തിരുന്നു. അത് ഇത്തവണയും ഉണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷ ജനങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒരു 2 ദിവസത്തിനകം ഞങ്ങൾ ആലോചിച്ചിട്ട് തന്നെ മറുപടി പറയാം. 2 ദിവസത്തിനകം പറയാം. മേയറോട് ചോദിക്കാം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം. പേര് പറയും മാഡം. എന്റെ പേര് സരിതകുമാരിയാണ്. എവിടെന്നാ? ഞാൻ അംഗൻവാടി വർക്കറാണ്. ഞാൻ തിരുവല്ലത്തു നിന്നാണ്. സംസാരിച്ചോളൂ. നമസ്കാരം. മേയറുണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം സർ. പറയൂ. എന്റെ പേര് സരിതകുമാരിയാർ. ഞാനൊരു അംഗൻവാടി വർക്കറാണ്. എന്റെ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് മണക്കാട് ശ്രീവരാമം വാർഡില് മുട്ടത്തറ ഹൈവേ അടുത്താണ്. എന്റെ കെട്ടിടം ഇപ്പൊ നിലവിലെ ഞാനൊരു പഴയ ഹോസ്റ്റൽ കെട്ടിടത്തിലാണ്, വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ശരി. അപ്പൊ നമ്മുടെ മുട്ടത്തറ ഹൈവേയുടെ ഭാഗത്ത് ഒരു പഴയ ഒരു സർക്കാർ നേഴ്സറി സ്കൂൾ പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടം, കോർപ്പറേഷന്റെ കെട്ടിടം അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി, ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയില്
വാടക കുടിശ്ശിക കുറച്ച് 50,000 കിട്ടാനുണ്ട് പെൻഡിങ്. അപ്പൊ നിരന്തരം ഓണർ വന്ന് ഞങ്ങളുടെ അടുത്ത് അവിടെ നിന്ന് മാറി കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ താങ്കൾ നേരത്തെ പറഞ്ഞ കെട്ടിടം കോർപ്പറേഷന്റെ കെട്ടിടമാണോ? ആ, കോർപ്പറേഷൻ കെട്ടിടമാണ് സാർ. അത് മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്യൂ, ഞാനൊന്ന് പറയട്ടെ. അത് കോർപ്പറേഷന്റെ ഉടമസ്ഥയുള്ള കെട്ടിടമാണല്ലോ ഒഴിഞ്ഞു കിടക്കുന്നത്. അത് സാർ മുൻപ് സർക്കാർ നേഴ്സറി സ്കൂൾ പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണത്. നല്ല കെട്ടിടമാണ്. ഞാൻ പറയട്ടെ, കോർപ്പറേഷന്റെ ഉടമസ്ഥയുള്ള കെട്ടിടമാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അതിന്റെ മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. സർക്കാർ ഉടമസ്ഥ ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വനിതാ ശിക്ഷണ വകുപ്പുമായിട്ട് സംസാരിക്കാം. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ശ്രീവരാം വാർഡല്ലേ? നാളെ തന്നെ മിനികുമാരിയാണ് അവിടുത്തെ കൗൺസിലർ. സംസാരിക്കൂ. ഈ രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ വാടക കിട്ടാനുണ്ടെങ്കിൽ അതിന്റെ കണക്കുമൊക്കെ ആയിട്ട് നാളെ തന്നെ കൗൺസിലറോട് സംസാരിക്കും. മേയറോട് സംസാരിച്ചു എന്ന് പറയൂ. എന്നിട്ട് നാളെ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് അവർ വരുമ്പോഴേക്കും മേയറോട് ഓർമ്മിപ്പിക്കാൻ പറയുക. സാധിക്കുമെങ്കിൽ ടീച്ചറോട് വന്നോളൂ. ഉച്ചശേഷം കൗൺസിലറെ വിളിച്ചോ, ടീച്ചറോട് എൻ്റെ റൂമിലോട്ട് വന്നോളൂ. നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. ഓക്കെ, താങ്ക് യു. മേയറോട് ചോദിക്കാം ഫോണിംഗ് പ്രോഗ്രാം. ഹലോ, പേര് പറയുക സർ. എവിടെന്നാ? സംസാരിച്ചോളൂ. നമ്മുടെ ഈ മലപ്പാലം റോഡിന്റെ ഒരു പൊതുവ്യവസ്ഥ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പറയൂ, എന്താണ്? മേയറാണ്, പറഞ്ഞോളൂ. നമ്മുടെ മലപ്പാലം റോഡിന്റെ ഇരുവശങ്ങളിലും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇപ്പോഴും അവൾ പഠിച്ചെറിയുകയും അത് വൃത്തിയാക്കാതെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് തോടും ഇപ്പോൾ പൊങ്കാലയൊക്കെ കഴിഞ്ഞാൽ തോടും അതുപോലെ തന്നെ നമ്മുടെ പർവ്വതപുത്തന പോലുള്ള നദികളും ശുചീകരിക്കാനുള്ള നടപടികളും മഴക്കാല പൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അതിലേക്ക് ഇറങ്ങാം. അപ്പോഴേക്കും ഏതെല്ലാം വാർഡിലാണ് തോടുകളും ആറുകളും ഉള്ളത് അവിടെ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങും. പക്ഷേ ആൾക്കാർ നദികളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് അവർ തന്നെ അവസാനിപ്പിക്കണം. അതിന് നടപടികൾ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം. പക്ഷേ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് മാത്രം അത് അവസാനിക്കണമെന്നില്ല. ആൾക്കാർ തന്നെ വിചാരിക്കണം തോടുകൾ മലിനമാകും. എന്തായാലും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ തോടുകളൊക്കെ തന്നെ ശുചീകരിക്കുന്ന നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇതുവരെയും ഈ കെട്ടിക്കിടക്കുന്ന ഒരു ഇതുണ്ട് സാറേ. നമ്മുടെ ഈ അപ്പർ മീഡിയം റോഡിലും എല്ലാം ഈ കണ്ടെയ്നർ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടെയ്നറും കഴിഞ്ഞ് വെളിയിലോട്ട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഫോട്ടോ വല്ലതും വേണമെങ്കിൽ അയച്ചു തരാം. ഏത് ഭാഗത്താണ് ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നത്? ഇത് മലപ്പാലം ജംഗ്ഷനിൽ നിന്ന് നമ്മള് കവടിയാ റോഡ് പോകുമ്പോൾ അപ്പർ മീഡിയം റോഡ്. ശരി. അവിടുത്തെ HIക്കൊക്കെ അറിയാം ഈ കേസ്. എന്താണ് അത് കൊണ്ടുപോകാത്തതെന്ന് അന്വേഷിക്കാം. നമ്പ് ചെയ്തിരിക്കുകയാണ് ഫുള്ള്. നമ്മുടെ ഈ കണ്ടെയ്നർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് സാറേ, വലിയ കണ്ടെയ്നർ. ശരി. കണ്ടെയ്നറും കഴിഞ്ഞിട്ട് വേസ്റ്റ് ഫുള്ളും നമ്പായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് അന്വേഷിക്കാം. ഓക്കെ സാർ, താങ്ക് യു. क्रिकेट में हर खिलाड़ी का अलग रोल होता है. कोई विकेट कीपर, कोई फील्डर, कोई बॉलर तो कोई बैट्समैन होता है. और जब सब एक साथ मिलकर खेलते हैं तब बनती है कंप्लीट टीम. जैसे PNB One ऐप, जिसमें फंड ट्रांसफर्स हो या अकाउंट ओपनिंग, लोन हो या FD, सब कुछ है जो बनाता है इसे कंप्लीट बैंकिंग ऐप. PNB One ऐप, बैंकिंग का कैप्टन. സ്കൂൾ യൂണിഫോമുകൾക്കൊക്കെ 50% ഓഫർ. നമ്മുടെ തിരുവനന്തപുരത്ത് സ്കൂൾ യൂണിഫോമുകൾക്ക് ഇത്രയും വിലക്കുറവിൽ മറ്റെവിടെയും കിട്ടില്ല. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ എവിടെയും കിട്ടാൻ പോകുന്നില്ല. കുട്ടികൾ ഒരു അധ്യയന വർഷത്തോളം കാലം ഉപയോഗിക്കുന്ന യൂണിഫോം ആയതുകൊണ്ട് തന്നെ എത്ര വാഷ് ചെയ്താലും അതിന്റെ പുതുമ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു മേന്മ. സിംഗിൾ പീസ് ആയിട്ടോ ബൾക്ക് ഓർഡർ ആയിട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് യൂണിഫോമുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല റെഡിമെയ്ഡ് ആയിട്ടോ മെറ്റീരിയൽ ആയിട്ടോ വാങ്ങാവുന്നതുമാണ്. നഗർ സ്കൂൾ, സെന്റ് തോമസ് സ്കൂൾ, സർവോദയ വിദ്യാലയ, ICSE CBSE, ലയോള, കാർമൽ സ്കൂൾ, നിർമ്മല ഭവൻ, കേന്ദ്രീയ വിദ്യാലയ, ഭാരതീയ വിദ്യാഭവൻ തുടങ്ങിയ സ്കൂളുകളുടെ റെഡിമെയ്ഡ് യൂണിഫോം 50% ഓഫറിലും സ്വന്തമാക്കാവുന്നതാണ്. ഗുഡ് മോർണിംഗ് സ്റ്റോറിന് മറ്റ് ബ്രാഞ്ചുകളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇനി യൂണിഫോം വാങ്ങാനായിട്ട് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. ഗുഡ് മോർണിംഗ് സ്റ്റോർ ഫസ്റ്റ് ഫ്ലോർ
സാഫല്യം കോംപ്ലക്സ്, പാളയം. ഹായ്, ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ, ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എന്താണ് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്? കേരളത്തിലെ ഏറ്റവും വലിയ നമ്പർ 1 ഹോൾസെയിലേഴ്സ് ആണ് നമ്മൾ. അതായത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ കേരള മോഡലൊക്കെ 1.9% നമുക്ക് എടുക്കാൻ പറ്റും. മുതലെന്നല്ല, 1.9% എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നഗാസ് കളക്ഷൻസ് 6.9% നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയാണ് ഹമാര ചോയ്സിന്റെ മുഖമുദ്ര. 1 പവൻ എടുത്താലും അതേ കണക്കിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. രശ്മി, ബാലൻസ് രശ്മി, കടകൾ എവിടെയാണെന്ന് പറഞ്ഞോളൂ. നമ്മുടെ ഹമാര ചോയ്സ് വരുന്നത് ട്രിവാൻഡ്രം, കളിയിക്കവിള, കൊല്ലം, അടൂർ ആൻഡ് ആറ്റിങ്ങൽ. ഇത്രയും സ്ഥലത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സിൽവറിന്റെ ഷോപ്പ് സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ഷോപ്പുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് സ്ക്രോളിംഗിൽ നമ്പർ പോകുന്നുണ്ടല്ലേ, അതിനകത്ത് എടുത്ത് വെച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പുകളിൽ വിളിക്കാം. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഹെവി വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ ചെയ്തു തരാനായിട്ട് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങളോടൊപ്പം ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ ബൈ. മേയറോട് ചോദിക്കാം ഫോണിംഗ് പ്രോഗ്രാം. ഹലോ ഹലോ സർ, ഞാൻ പേട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. പേട്ട ആനേറ. പേരെന്താണ്? നമസ്കാരം. നമസ്കാരം, നമസ്കാരം സർ. പറഞ്ഞോളൂ. സർ, നമ്മുടെ ഇവിടെ കോർപ്പറേഷന്റെ ഈ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും എടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളുള്ള വീടുകളിൽ ഒരുപാട് ഡയപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ബെഡ് റിഡൻ പേഷ്യൻസിന്റെ അത് ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ നിലവില് ഒരു മാറ്റമില്ല. അല്ല, ആക്രി ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് അവർ വീട്ടിൽ വന്ന് എടുക്കുമല്ലോ. ആക്രി ആപ്പ് രജിസ്റ്റർ ചെയ്ത് അവര് വീട്ടിൽ വന്ന് എടുക്കുന്നുണ്ട്. അവർ എറണാകുളത്ത് അമ്പലമുകളിലുള്ള അവരുടെ പിന്നെ ഇൻസിനേറ്ററിൽ കൊണ്ടുപോയിട്ട് അത് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് നടക്കുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ കൗൺസിലറോട് സംസാരിക്കൂ. കൗൺസിലറോട് സഹായിക്കാൻ പറയൂ. പിന്നെ ഒരു കാര്യം പറയൂ. നമ്മൾ ഈ തിരുവല്ലത്ത് നമ്മൾ ബലിയിടാൻ പോകുമ്പോഴേ നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇരുന്നിട്ട് എണീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നിന്നിടാനും കുനിഞ്ഞ് നിന്ന് ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കൊരു ചെറിയ ഒരു ടേബിൾ പോലെ എല്ലാം വെച്ചിട്ട് കുറച്ചു പേർക്കെങ്കിലും ഒരു അബൌട്ട് 60 ഇയേഴ്സിനുള്ളവർക്കെങ്കിലും ഒരു അത് ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. നമ്മുടെ പരിധിയിലുള്ളതല്ല. എന്തായാലും ക്ഷേത്രത്തിനകത്തുള്ള കാര്യമില്ല. എന്തായാലും താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യം സൂചിപ്പിക്കാം. ഇത് ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത്, സൂചിപ്പിക്കാം. ശരി, ഓക്കെ. ഹലോ, മേയറോട് ചോദിക്കാം ഫോണിംഗ് പ്രോഗ്രാം. ഹലോ ഹലോ, സംസാരിച്ചോളൂ മേയർ അടുത്ത്. നമസ്കാരം. മേയറാണ്. ഹലോ, ഞാൻ പാപ്പനംകോട് നിന്നാണ്. പ്രകാശാണ് പേര്. പറഞ്ഞോളൂ. നേരെ ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല. തിരുവനന്തപുരത്തിലെ ഇപ്പൊ ഏറ്റവും നല്ല ഒരു നേതാവ് ഇപ്പൊ മേയറാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. സന്തോഷം, വളരെ സന്തോഷം. പിന്നെ നമ്മളെ പാപ്പനംകോട് വിശ്വംബർ റോഡുണ്ടല്ലോ, അതെ, അതൊന്ന് വീതി കൂട്ടുന്ന കാര്യം ഒന്നും ആയിട്ടില്ല ഇതുവരെ. MLA അടുത്തൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോയി പറഞ്ഞിട്ടുണ്ട്. വീതി കൂട്ടാൻ വേണ്ടി MLA മേയറുടെ പറഞ്ഞ സ്ഥലമുണ്ടാ അപ്പുറം ഇപ്പുറം കിട്ടാനായിട്ട്? അപ്പുറം സ്ഥലമുണ്ട്. അളന്ന ഇലക്ഷൻ വരുമ്പോ അളന്നൊക്കെ ഇടും എന്നല്ലാതെ ഒരിതുമില്ല. സ്ഥലമുണ്ട്. ആൾക്കാർ തരാൻ തയ്യാറാണെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടം ആലോചിക്കുക. ഒരു കാര്യം ചെയ്യൂ, അവിടുത്തെ കൗൺസിലറോട് MLA സംസാരിക്കുക. ഞാനും അവരോട് അന്വേഷിക്കുക എന്താണെന്ന്. സ്ഥലം വിട്ടു തരാൻ ആൾക്കാർ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീതി കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ശരി. നേരാണ്. നമസ്കാരം, VV രാജേഷാണ്. പറഞ്ഞോളൂ. ഞാനൊരു അംഗപരിബന്ധനാണ്, വികലാംഗനാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പ് വികലാംഗ ദിനത്തില് ഈ എന്തോ വികലാംഗ ദിനത്തില് വീൽ ചെയർ 3 വീലുള്ള സ്കൂട്ടർ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കുമായിരുന്നു. അതിന്റെ ഒരു ടെസ്റ്റിന് ഞാൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പ്രശ്നം അതിനുശേഷം പിന്നെ 5 കൊല്ലത്തേക്ക് അങ്ങനെ ഒരു വികലാംഗ ദിനത്തിൽ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടേ. ഇത്തവണ ഇനിയും വികലാംഗ ദിനങ്ങൾ വരും. അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വെക്കാനുള്ള താല്പര്യം ഉണ്ടാവും. ഞങ്ങള് നാളത്തെ ബഡ്ജറ്റിൽ തന്നെ അക്കാര്യങ്ങളിൽ എന്തെങ്കിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ള ചർച്ച ഇന്ന് രാത്രി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വികലാംഗ ദിനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് വളരെ പോസിറ്റീവായിട്ട് തന്നെ പരിഗണിക്കും. തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യം പരിഗണിക്കും. ശരി.
അല്ല, തീർച്ചയായിട്ടും നിങ്ങളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് പരിഗണിക്കും, പോസിറ്റീവായിട്ട് പരിഗണിക്കും. താങ്ക് യു സർ. മേയറോട് ചോദിക്കാം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. അതെ, ഞാൻ വിളിച്ചത് കേശവപുരം വാർഡാണ്. പറയണം. അവിടെ രാത്രി ആകുമ്പോ കുറെ തട്ടുകടയുണ്ട്. നേരത്തെ ഉള്ളതാണ്, അറിയാം. അത് ഫുട്പാത്തിലാണ് കസേര കേട്ട് ഭക്ഷണം കൊടുക്കുന്നത്. എന്നിട്ട് രാത്രി ആകുമ്പോൾ ഒരു ഓർഡറിലോട്ട് നമ്മുടെ സ്റ്റാഫ് ബാക്കി വേസ്റ്റ് എല്ലാം അതിനകത്താണ്. ഭയങ്കര സ്മെല്ലാണ് രാവിലെ. തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട്, അതാ കേശവസ്വരം ഭാഗത്ത് MG കോളേജ് ഭാഗത്തിരിക്കുന്ന കടയല്ലേ ഉദ്ദേശിച്ചത്? അല്ല, തട്ടുകടകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോമൺ പോളിസി കോർപ്പറേഷൻ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും നാളത്തെ കോർപ്പറേഷൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം താങ്കൾ ആ ബഡ്ജറ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ചില ആശ്വാസകരമായ കാര്യങ്ങളുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ശരി, ഓക്കെ, താങ്ക് യു. വേറെ ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കേൾക്കാനൊരു ആകാംക്ഷ, കാരണം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഏതെങ്കിലും ഒരൊറ്റ സാധനം പറഞ്ഞത് നാളെ ബഡ്ജറ്റ് കേൾക്കുമ്പോൾ ആശ്വാസകരമായ നടപടികൾ ഉണ്ടാവും പറഞ്ഞു. ഒരു സാധനം അത്രയും ആഗ്രഹിച്ച് ചോദിച്ചു പോയി. അടുത്ത കോൾ വരും. മേയറോട് ചോദിക്കാം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. മേയറാണ്, പറഞ്ഞു. എന്റെ പേര് സൂര്യകല, ഞാൻ അംഗൻവാടി ടീച്ചറാണ്. എവിടെന്നാ വിളിക്കുന്നത് ടീച്ചറെ? അംഗൻവാടി ടീച്ചർ. ഞാൻ വലിയ സെന്റ് സേവിയേഴ്സ് നഗറിലാണ് വർക്ക് ചെയ്യുന്നത്. പറഞ്ഞു ടീച്ചറെ. സാർ, ഞങ്ങൾക്ക് അവിടെ ഈ സെന്റ് സേവിയേഴ്സ് നഗർ പുതുശ്ശേരിയിലെ ബാക്കിലകത്തൊരു 10 സെന്റ് സ്ഥലം അവിടെ ഉണ്ട് സാർ. ശരി. അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമാണ്. പക്ഷെ അവിടെ ഈ സിവിൽസ് ഫോമോ കൃഷി പുൽകൃഷിയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ 10 സെന്റ് സ്ഥലവും അവിടെ ഉണ്ട്. മുന്നേ അവിടെ അത് കളക്ടർക്ക് തന്നെ അവിടെ എഴുതി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ കാര്യത്തിൽ അംഗൻവാടി കിട്ടാൻ വേണ്ടി. പക്ഷെ ഒരു നടപടി കേന്ദ്ര ഗവൺമെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് സ്ഥലമാണത്? സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. അത് സീവേജ് ഫോം ഓഫീസ് അവരുടെ വകയാണ്. ഏത് സീവേജ് ഫോം ഓഫീസ് അവരുടെ വകയാണ്. സീവേജ് ഫോം. ശരി. അത് 10 സെന്റോളം ഉണ്ട് അവിടെ. ഞങ്ങൾക്കൊരു 3 സെന്റായാലും മതി സാർ ഒരു അംഗൻവാടി സ്വന്തമായിട്ട്. ഞാൻ 16 വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്ന ഒരു വർക്കറാണ്. ഇപ്പൊ അംഗൻവാടിക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ലേ? ഇല്ല സാർ, ഞാനിവിടെ വാടക കെട്ടിടത്തിലാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. ശരി, അപ്പോ അത് പരിശോധിക്കാം. അത് എന്താ ചെയ്യാൻ പറ്റുന്ന ഞാൻ അടുത്ത കൗൺസിലറുമായിട്ട് നിങ്ങളുടെ കൗൺസിലർ ഷീബയാണോ? ഷീബ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിങ്ങളുടെ വാർഡിൽ വരുന്നുണ്ട്, അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി ഷീബയോടൊപ്പം വരുന്നുണ്ട്. അപ്പൊ ഷീബയോട് ഇക്കാര്യം കൂടെ എന്നെ ഓർമ്മിപ്പിക്കാം, ഒന്ന് സൂചിപ്പിക്കാം. അതിൽ കത്തെഴുത്തരാൻ പറയും, ഞങ്ങൾ ഒരുമിച്ച് പരിശോധിക്കാം. കൊടുത്തിട്ട് കൗൺസിലറോട് പറയൂ, ഇത് ചാനലിലെ മേയറോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. കൗൺസിലർ ഞങ്ങൾ ഒരുമിച്ച് നോക്കാം, അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, പഞ്ചാബ് നാഷണൽ ബാങ്ക് മേയറോട് ചോദിക്കാം. co-sponsored by Pittapalli Agencies, Parthas, Hamara Choice and Good Morning Stores, Sabhalyam, Thiruvananthapuram.